ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ട് ആണ്. ഇതിന്റെ പേര് ഉമ്മുഅലി എന്നാണ്. ഉമ്മുഅലി നോർമലി ബ്രെഡോ ക്രോസന്റോ പഫ് പേസ്ട്രിയോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഉമ്മുഅലി ബ്രെഡ് വെച്ച് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉമ്മുഅലിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഒരു 9 പീസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിന്റെ അരികെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്ത് കളയണം. ഈ ബ്രൗൺ കളർ അരികെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്ത് കളയണം. നമുക്ക് ബ്രെഡിന്റെ വൈറ്റ് പോർഷൻ മാത്രം മതി ഉമ്മുഅലി ഉണ്ടാക്കാനായിട്ട്. എടുത്തു വെച്ച 9 പീസ് ബ്രെഡിന്റെയും സൈഡ് കളഞ്ഞതാണിത്. അപ്പോൾ ഉമ്മുഅലിക്ക് വേണ്ട ഫില്ലിംഗ് ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് തേങ്ങ ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കണം. ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് തിരിച്ച് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ നട്ട്സ് എടുത്തിട്ടുണ്ട്. നട്ട്സിൽ ബദാമും കാഷ്യൂനട്ട്സും ഉണ്ട്. ഈ ബദാമും കാഷ്യൂനട്ട്സും ഒരുമിച്ച് എടുത്തിട്ടാണ് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പിസ്ത എടുത്തിട്ടുണ്ട്. പിസ്തയും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം മിക്സിയിലിട്ട് തന്നെ. ഇപ്പോൾ ഞാൻ എല്ലാ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി ആക്കിയിട്ടുണ്ട്. പിസ്ത ഗ്രൈൻഡ് ചെയ്തു, ബദാമും കാഷ്യൂനട്ടും ഗ്രൈൻഡ് ചെയ്തു, എടുത്തിട്ടുള്ള കോക്കനട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഉണക്കമുന്തിരി അവിടെ ഉണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ട അടുത്ത ഫില്ലിങ് റെഡിയാക്കുവാണ്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 ലിറ്റർ പാലാണ്. പാലിലേക്ക് ഒരു 4-5 സ്പൂൺ പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ ഒരു വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്തു ഇതിലേക്ക്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ക്രീം ചീസ് ആണ്. ക്രീം ചീസ് ഓപ്ഷണൽ ആണ്. എനിക്കിവിടെ ക്രീം ചീസ് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ക്രീം ചീസും കൂടി ഒരു 4-5 ക്രീം ചീസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ പാൻ അടുപ്പിലേക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ ബീറ്റർ വെച്ചിട്ട് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടാണ് അടുപ്പിലേക്ക് വെക്കുന്നത്. സ്റ്റൗ ഓൺ ചെയ്തു. നല്ലവണ്ണം ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് തിക്ക് ആവുന്ന പോലെ ഇളക്കി കൊടുക്കുവാണ്. അപ്പോൾ അത് ഒരു തിക്ക് ഫോമിലായിട്ടുണ്ട്. ഇനി ഞാനത് തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു വെച്ചു. ക്രീം ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഡ്രീം വിപ്പിന്റെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് തണുപ്പിച്ച പാൽ, ഒരു 1/2 ഗ്ലാസ് തണുപ്പിച്ച പാലും കൂടി യൂസ് ചെയ്ത് ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തു. എന്നിട്ടൊന്ന് ഇത് നല്ലോണം മിക്സ് ആയപ്പോഴത്തേക്കും ഹൈ സ്പീഡിലിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ് ക്രീം. ക്രീം നല്ല തിക്ക് ആവുന്നവരെ ബീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഉമ്മുഅലി സെറ്റ് ചെയ്യാം. ഉമ്മുഅലി സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് ട്രേയിലേക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് നല്ല കവറായിട്ട് ഫിക്സ് ചെയ്യണം. ഗ്യാപ്പൊന്നും ഇല്ലാതെ ബ്രെഡ് ഫിക്സ് ചെയ്തു.
നെക്സ്റ്റ് പാലിൻ്റെ മിക്സറാണ് ആഡ് ചെയ്യുന്നത്. അത് ഫുൾ സ്പ്രെഡ് ചെയ്തു. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള കോക്കനട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ബദാമും കാഷ്യൂനട്ടിൻ്റെയും മിക്സ്ചർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ടു. പ്രിപ്പയർ ചെയ്ത ക്രീമും കൂടി ആഡ് ചെയ്തു ആ ഫില്ലിങ്ങിൻ്റെ മേലെ. ക്രീം നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണലാണ്, ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ ക്രീം യൂസ് ചെയ്തിട്ടുള്ള ഉമ്മോലിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ കേസ് നമുക്ക് ക്രീം ഇല്ലെങ്കിൽ ക്രീം ഇല്ലാതെ തന്നെ നമുക്ക് ഉമ്മോലി പ്രിപ്പയർ ചെയ്യാം. ക്രീമിൻ്റെ ലെയറും കഴിഞ്ഞു. ഇനി റിമൈനിങ് ബ്രെഡ് ഇതിൻ്റെ മേലെ ഫിക്സ് ചെയ്യാം. ബേക്കിംഗ് ട്രേയുടെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ബ്രെഡിൻ്റെ എണ്ണം കൂടുകയും കുറയും ചെയ്യാം. ഫുൾ ഗ്യാപ്പ് ക്ലോസ് ചെയ്തിട്ട് വേണം ബ്രെഡ് ഫിക്സ് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ ഫൈനൽ ലെയർ ആണ്. സോ അതുകൊണ്ട് ഞാൻ ആദ്യം ഈ ഫില്ലിങ്സ് ആണ് ഇടുന്നത്. ആദ്യം കോക്കനട്ടിൻ്റെ ഫില്ലിങ്സും ബാക്കി റിമൈനിങ് ഉണ്ടായിരുന്ന ഫില്ലിങ്സ് ഫുൾ ഇതിൽ മേലേക്ക് ഇട്ട് കൊടുക്കണം. റൈസിൻസും കാഷ്യൂ നട്ട്സിൻ്റെയും ബദാമിൻ്റെയും പൗഡറും എല്ലാം ഫുൾ ഫില്ലിങ്സും ഇട്ട് കൊടുക്കണം. ബാക്കി ഇരുന്ന പാലിൻ്റെ മിക്സറും ഇതിലെ മേലേക്ക് ഒഴിച്ചു നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഉമ്മോലിയെ ഞാനൊരു 20 മിനിറ്റ്സ് സ്റ്റീം ചെയ്യാൻ വെക്കുവാണ്. മിനിറ്റ്സ് സ്റ്റീം ചെയ്ത ഉമ്മോലിയാണിത്. ഇതിലേക്ക് ഞാനൊരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ അത് വളരെ ക്ലീൻ ആയിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഉമ്മോലി ഫുള്ളി കുക്ക്ഡ് ആയെന്ന് മനസ്സിലായിട്ടുണ്ട്. ഉമ്മോലി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സെർവ് ചെയ്യാം. ഞാനിവിടെ ക്രീമും കൂടി യൂസ് ചെയ്തിട്ടാണ് ഉമ്മോലി സെർവ് ചെയ്യുന്നത്. സോ നേരത്തെ പ്രിപ്പയർ ചെയ്ത ക്രീം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതാണിത്. ഇത് ഞാനിതിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്യുവാണ്. ക്രീം ഫുള്ളി സ്പ്രെഡ് ചെയ്തു. അതിൻ്റെ മേലേക്ക് കുറച്ച് പിസ്തയും കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഉമ്മോലി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ലെയറൊക്കെ ഇരിക്കുന്നതെന്ന്. ഇത് കേക്ക് പോലെ അത്ര ഈസി ആയിട്ട് കട്ട് ചെയ്ത് വരൂല. ഇത് കുറച്ച് പുഡിങ്ങിന്റെ സ്റ്റൈലിലാണ്. ഉമ്മോലി ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഡെസേർട്ടാണ്. ഇത് നമുക്ക് ചൂടോടുകൂടി ബേക്ക് ചെയ്ത് ഉടനെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ തണുപ്പിച്ച് ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്യാം. എങ്ങനെയായാലും ഇതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. സോ എല്ലാവരും ഉമ്മോലി ട്രൈ ചെയ്ത് നോക്കുക.